ആകാശവാണി തൃശൂർ. ഹൃദയപൂർവം. ഇന്നിതിൽ പങ്കെടുക്കുന്നത് സാഹിത്യകാരൻ KR പ്രസാദ്. ഗീതമേ ജീവിതം സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു ചേർന്നാൽ സങ്കൽപ്പം പോലെല്ലാം സാധിക്കുമെന്നാൽ എന്നാൽ സംഗീതമേ ജീവിതം. സുന്ദരമായ വസ്തുക്കളെ കവിതയോട് ഉപമിക്കുന്ന സാഹിത്യ സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ നമ്മുടെ ഒരു പഴയ കവി നല്ല ജീവിതത്തെ, എല്ലാം തികഞ്ഞ ജീവിതത്തെ സംഗീതത്തോടാണ് ഉപമിച്ചത്. സംഗീതവും ജീവിതവും തമ്മിലുള്ള ബന്ധത്തിന്, പാരസ്പര്യത്തിന് ഇതിനും മികച്ച തെളിവ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സംഗീതവും സാഹിത്യവും എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എന്റെ സംഗീതത്തിന്റെ ഗുണം ഞാൻ സ്വയം മനസ്സിലാക്കിയതുകൊണ്ടാകാം അതിൽ നിന്നും പിൻവലിഞ്ഞു എന്നതാണ് സത്യം. സാഹിത്യം എഴുത്ത് ഞാൻ പിന്നെയും തുടർന്നു. വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 75ഓളം കഥകൾ എഴുതി. ഒരു നോവൽ, അതിന് കുങ്കുമം അവാർഡ് 1ാം സമ്മാനം കിട്ടി. ഒരു പുസ്തകം 67 മുതൽ 69 വരെയുള്ള 2 കൊല്ലക്കാലത്തിനിടയ്ക്ക് പ്രകാശനം ചെയ്യപ്പെട്ട 7 കഥകൾ ബദ്ദു എന്ന പേരിൽ ഒരു പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. ആ ഒരേ ഒരു പുസ്തകം മാത്രമേ എന്റേതായിട്ടുള്ളൂ. നോവൽ പോലും പുസ്തകം ആക്കിയിട്ടില്ല. കുറെ കാലം കുവൈറ്റിലായിരുന്നു. 67 മഹാരാജാസിൽ നിന്ന് BSc പാസ്സായി കുവൈറ്റിൽ പോയതാണ്. ഒരു ബാങ്കിൽ ക്ലാർക്ക്, ഓഫീസർ, മാനേജർ എന്നീ തസ്തികകളിൽ 30 കൊല്ലത്തോളം ജോലി ചെയ്തു. 1997 തിരിച്ചെത്തി. ഇപ്പോൾ എഴുത്തും വായനയുമായിട്ട് കൂടുന്നു. സംഗീതം എന്റെ കൂടെ എന്നും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരു പാട്ടുകാരൻ എന്ന് എന്നെപ്പറ്റി പറയാനാവില്ല. ഇനി അല്പസ്വല്പം അങ്ങനെ ആണെങ്കിൽ തന്നെ അതിനേക്കാളൊക്കെ വളരെ വളരെ ഉപരിയായി ഞാൻ പാട്ടിന്റെ ഒരു ആരാധകനാണ്, ആസ്വാദകനാണ്. പാട്ടിനെക്കുറിച്ചുള്ള എന്റെ ഓർമ്മകൾ തുടങ്ങുന്നതും അവയ്ക്ക് സ്ഫുടതയും നൈരന്തര്യവും ഉണ്ടാകുന്നതും 50കളുടെ ആദ്യ പകുതിയിൽ എത്തുമ്പോഴാണ്. നീലക്കുയിൽ എന്ന അക്കാലത്ത് റിലീസ് ചെയ്ത സിനിമയുമായി ബന്ധപ്പെട്ട നിലയിലാണ് ഈ ഓർമ്മകൾ തുടങ്ങുന്നത്. P. ഭാസ്കരൻ എഴുതി K. രാഘവൻ ഈണം പകർന്ന നീലക്കുയിലിലെ പാട്ടുകളിൽ എല്ലാരും ചൊല്ലണ്, എങ്ങനെ നീ മറക്കും, കായലരികത്ത്, കുയിലിനെ തേടി, മാനെന്നും വിളിക്കില്ല, ജിഞ്ചക്കം താരോ എന്നു തുടങ്ങിയ പാട്ടുകൾ എന്റെ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരുമൊക്കെ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഒരുവിധം മോശമല്ലാത്ത പെർഫെക്ഷനോടെ ഒരു കുട്ടിയായിരുന്ന ഞാൻ അക്കാലത്ത് പാടാറുണ്ടായിരുന്നു. ആ സിനിമയിലെ കടലാസ് വഞ്ചിയേറി എന്ന ഒരു പാട്ട് ഞാൻ പാടാറില്ല. കാരണം ആ പാട്ട് എനിക്ക് പിടിച്ചിരുന്നില്ല. വേറെ ഒരു പാട്ട്, അതിന്റെ അർദ്ധശാസ്ത്രീയ സ്വഭാവം കൊണ്ട് എനിക്ക് ആക്സസിബിൾ ആകാതെ അനഭിഗമ്യമായി വളരെ കാലം നിലകൊണ്ടു. ഈ പാട്ട് വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ഈയിടെ നീലക്കുയിൽ അതിന്റെ 50ാം വാർഷികം ആഘോഷിച്ചപ്പോൾ ആ പാട്ട് പാടിയ ശാന്ത P. നായരെ ഫോണിൽ വിളിച്ച് പ്രസിദ്ധ സംഗീത സംവിധായകനായ ദേവരാജൻ മാസ്റ്റർ അഭിനന്ദനം അറിയിച്ചത് വാർത്തകളിൽ വന്നിരുന്നു. ഈ കൃഷ്ണ ഭക്തി ഗാനത്തോടെയാകട്ടെ ഇന്നത്തെ ഈ പരിപാടിയുടെ തുടക്കം. പരിലാളിത തരണി നവമണിത
ഒരു ഓണം കേരള മൂലയിലായിരുന്നു. പടിയൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. സിനിമാ പാട്ടുകൾ എന്നല്ല, ഒരു പാട്ടും യഥേഷ്ടം കേൾക്കാനുള്ള സംവിധാനമൊന്നും എന്റെ ഗ്രാമത്തിൽ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്റെ ഒരു കൂട്ടുകാരന്റെ അച്ഛൻ സിലോൺ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തി. പലതും കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരു പാട്ടുപെട്ടിയും കുറെ ഗ്രാമഫോൺ റെക്കോർഡുകളും ആ സിലോൺ റിട്ടേണി കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം കൊണ്ടുവന്നിരുന്ന പാട്ടുകളിൽ ഞാൻ ഏറ്റവും അധികം കേട്ടിട്ടുള്ളതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതുമായ പാട്ട് CID എന്ന പഴയ സിനിമയ്ക്ക് വേണ്ടി കമുകറ പുരുഷോത്തമനും സംഘവും പാടിയ ഒരു പാട്ടായിരുന്നു. കളിയല്ലേ ഈ കല്യാണ ഭാവന, അത് കരളിനോരാനന്ദ വേദന, ഓ നിത്യം കവരും നീതൻ പ്രാണചേതന. കളിയല്ലേ ഈ കല്യാണ ഭാവന, അത് കരളിനോരാനന്ദ വേദന. കമുകര പുരുഷോത്തമൻ, AM രാജ, PB ശ്രീനിവാസ്, ഉദയഭാനു, മെഹബൂബ് എന്നിവരായിരുന്നു അക്കാലത്തെ പ്രധാന പാട്ടുകാർ. പാട്ടുകാരികൾ P ലീല, P സുശീല, ജിക്കി, LR ഈശ്വരി, AP കോമള മുതലായവരായിരുന്നു. നാടക പാട്ടുകൾക്കായിരുന്നു കൂടുതൽ പ്രിയവും പ്രചാരവും, പ്രത്യേകിച്ചും KPACയുടെ പാട്ടുകൾ. ONV കുറുപ്പ്, ദേവരാജൻ, KS ജോർജ്, സുലോചന എന്നീ സംഗീത പ്രതിഭകളുടെ സംഗമഫലമായി ഒട്ടേറെ നല്ല നാടൻ നാടക ഗാനങ്ങൾ നമുക്ക് കിട്ടുകയുണ്ടായി. ഈ ടീം സിനിമയിലും വൈകാതെ എത്തി. കാലം മാറുന്നു എന്ന സിനിമയിലാണ് അവർ ഒന്നിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നു. ഈ സിനിമയിൽ ONV എഴുതി ദേവരാജൻ സംഗീതം പകർന്ന് KS ജോർജും സുലോചനയും പാടിയ ഒരു പാട്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. ആമലർ പൊയ്കയിലാടിക്കളിക്കുന്ന കോമളത്താമരപ്പൂവേ. കള്ളന്റെ പുഞ്ചിരി കാണുമ്പോൾ ഈ കിളി കൊള്ളുന്നതെന്തേ? അക്കൊച്ചു കള്ളന്റെ പുഞ്ചിരി കാണുമ്പോൾ ഈ കിളി കൊള്ളുന്നതെന്തേ?
മനത്തിൻ പൂക്കണി കാണാൻ കൊതിച്ചനി നാണിച്ചു പോകുന്നതെന്തേ മനത്തിൻ പൂക്കണി കാണാൻ കൊതിച്ചനി നാണിച്ചു പോകുന്നതെന്തേ തുള്ളികളാരെയോ നോക്കിച്ചിരിപ്പൂ ആരെയോ നോക്കിച്ചിരിപ്പൂ സിന്ദൂര പൊട്ടിത്തു ചന്തം വരുത്തിയ നിൻമുഖം വാടുന്നതെന്തേ മഞ്ഞവയിൽ വന്നു തുള്ളും നീ തോന്നിന്റെ കണ്ണിനയന്തേ തുമ്പിലെ പുഞ്ചിരി മായുമ്പോൾ നിന്നെ കുറിച്ചൊന്നു പാടാൻ നിന്നിത തുമ്പിലെ പുഞ്ചിരി മായുമ്പോൾ നിന്നെ കുറിച്ചൊന്നു പാടാൻ പ്രൈമറി ക്ലാസുകൾ കടന്ന് ഇരിഞ്ഞാലക്കുട നാഷണൽ ഹൈസ്കൂളിലെത്തിയപ്പോൾ സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വിശാലമായ ഒരു ലോകം തുറന്നു കിട്ടുകയായിരുന്നു. അന്ന് അവിടെ എന്റെ ഒരു ക്ലാസ് സീനിയറായി 9ൽ ഇന്നത്തെ പ്രസിദ്ധ പിന്നണി പാട്ടുകാരനായ പി ജയചന്ദ്രൻ പഠിച്ചിരുന്നു. സ്കൂളിൽ അധ്യാപകനായിരുന്ന പ്രസിദ്ധ ബാലസാഹിത്യകാരൻ കെ വി രാമനാഥൻ മാഷ്, അദ്ദേഹം സാഹിത്യത്തിലും സംഗീതത്തിലും എനിക്ക് അക്കാലത്ത് വലിയ പ്രോത്സാഹനം തന്നിരുന്നു എന്ന കാര്യം നന്ദിപൂർവ്വം ഞാനിവിടെ പറയട്ടെ. രാമനാഥൻ മാഷിന്റെ ഔദാര്യം കൊണ്ട് സ്കൂളിലെ സമൂഹ സംഘഗാന ടീമിൽ എനിക്ക് അംഗത്വം കിട്ടി. രാമനാഥൻ മാസ്റ്റർ എഴുതി ജയചന്ദ്രൻ ട്യൂൺ ചെയ്ത് ഞങ്ങൾ പാടിയ പാട്ടുകൾക്ക് ടീം ലീഡറായിരുന്ന ജയചന്ദ്രന്റെ മികവ് കൊണ്ട് ജില്ലാ തലത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ തുടർച്ചയായി കിട്ടി. ജയചന്ദ്രന് അന്ന് മിക്കവാറും അക്കാലത്ത് ഏറ്റവും പുതിയ പാട്ടുകൾ പരേതനായ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ സഹോദരൻ സുധാകരൻ വഴി കിട്ടുമായിരുന്നു. ഈ പാട്ടുകൾ ജയൻ ഞങ്ങളെ പഠിപ്പിച്ചു തരുമായിരുന്നു. കമുകര പുരുഷോത്തമൻ, എം രാജ, പി ശ്രീനിവാസ്, ഉദയഭാനു എന്നിവരായിരുന്നു അന്നത്തെ പ്രമുഖ പാട്ടുകാർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവരുടെ പല പാട്ടുകളും പഠിക്കാൻ കഴിഞ്ഞത് ജയചന്ദ്രൻ വഴിയാണ്. അത് വലിയ ഒരു ഭാഗ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. എം രാജ പാടിയ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അച്ഛനും മകനും എന്ന ചിത്രത്തിൽ തിരുനെല്ലൂർ കരുണാകരൻ എഴുതി വിമൽകുമാർ സംഗീത സംവിധാനം നിർവഹിച്ച വെള്ളാമ്പൽ പൊയ്കയിൽ എന്ന പാട്ടാണ്. വെള്ളാമ്പൽ പൊയ്കയിൽ നീരാടാൻ വന്ന വെള്ളി നീലാവിന്റെ ദേവത പോലെ. അതുപോലെ പി ശ്രീനിവാസ് പാടിയ ധാരാളം പാട്ടുകൾ എനിക്ക് ഇഷ്ടമായിരുന്നു. പാശമലർ എന്ന ചിത്രത്തിൽ ശ്രീനിവാസ് പാടിയ യാർ യാർ യാരവർ യാരോ ഊർ പേർ താൻ തിരിയാതാ എന്ന പാട്ട് ജയൻ വളരെ മനോഹരമായി പാടുമായിരുന്നു. ഉദയഭാനുവിന്റെ ധാരാളം പാട്ടുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് പാടിയ പൊൻവള ഇല്ലെങ്കിലും പൊന്നാട ഇല്ലെങ്കിലും പൊന്നിൻ കൂടമെന്നും പൊന്നിൻ കൂടം എന്റെ പൊന്നിൻ കൂടമെന്നും പൊന്നിൻ കൂടം, ഈ പാട്ടും എനിക്കിഷ്ടമായിരുന്നു. പാട്ടുകാരികളിൽ അക്കാലത്ത് കൂടുതൽ പ്രാമുഖ്യം പി ലീലയ്ക്കായിരുന്നു. ലീലയുടെ പ്രിയമാനസ